അമേരിക്കയുടെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കെതിരെയുമുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് ഇറാൻ. ശത്രുവിന് മുന്നിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും ശക്തിയും യുക്തിയും ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. അതേസമയം അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധത്തിന്റെ വിശദാംശങ്ങൾ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചേക്കും. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത സാമ്പത്തിക നടപടികൾ സ്വീകരിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. പിന്നാലെയാണ് ഇറാന്റെ പ്രതികരണം. യുദ്ധത്തിലൂടെ ആർക്കും ഒന്നും നേടാനില്ലാത്തതിനാലാണ് സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ ഞങ്ങൾ തയ്യാറായത്. ഇറാൻ ആർക്കു മുൻപിലും തലകുനിക്കാൻ തയ്യാറല്ല. ശത്രുക്കളുടെ മുൻപിൽ വിട്ടുവീഴ്ച ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. ശക്തിയും യുക്തിയും ഉപയോഗിച്ച് ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കും. പെസഷ്കിയാനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ സുരക്ഷാ സമിതിയിലെ മുഴുവൻ അംഗങ്ങളുടെയും സമ്മതപ്രകാരമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതെന്നും സമാധാനത്തിനായി തെഹ്റാൻ വിട്ടുവീഴ്ച ചെയ്തുവെന്നത് വ്യാജ പ്രചരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്നുകിൽ യുദ്ധം അല്ലെങ്കിൽ സമാധാനം എന്ന നിലയിൽ നിന്നാണ് തങ്ങൾ ഒപ്പുവെച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള ട്രംപിന്റെ അവകാശവാദവും USന്റെ സാമ്പത്തിക ഉപരോധ നീക്കത്തിനും തൊട്ടുപിന്നാലെയാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. USന്റെ സാമ്പത്തിക ഉപരോധം എല്ലാ രാജ്യങ്ങൾക്കും എതിരായ യുദ്ധപ്രഖ്യാപനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായും പ്രതികരിച്ചു. അമേരിക്കയുടെ ഉപരോധങ്ങളിൽ പങ്കുചേരുന്ന രാജ്യങ്ങളെ ശത്രുവായി കണ്ട് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ അമേരിക്കയും സഖ്യകക്ഷികളും അറേബ്യൻ സമുദ്രത്തിൽ വിമാനവാഹിനി കപ്പലുകൾ വിന്യസിച്ചുകൊണ്ട് സൈനിക നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതിനോടകം തന്നെ കറൻസിയുടെ മൂല്യമിടിവ്, പണപ്പെരുപ്പം, വിലക്കയറ്റം എന്നിവ മൂലം ബുദ്ധിമുട്ടുന്ന ഇറാൻ ജനതയ്ക്ക് ഈ പുതിയ ഉപരോധങ്ങൾ വലിയ തലവേദനയായേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇറാന്റെ എണ്ണയുടെ വലിയൊരു ഭാഗം വാങ്ങുന്നത് ചൈനയാണ്. ഈ പുതിയ സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. വിഷയത്തിൽ ഇന്ത്യ ഇതേവരെയും പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. സംഘർഷം ഒഴിവാക്കുന്നതിനായി ഈജിപ്ത്, ഒമാൻ തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നയതന്ത്ര ചർച്ചകളും സമാധാന ശ്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.